RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഇന്റർ മിയാമി വിസസ് പോർട്ടോ മത്സരത്തെ വെച്ചാണ്. ക്ലബ് വേൾഡ് കപ്പിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്റർ മിയാമി വിജയിച്ചിരിക്കുകയാണ്. 1-2 ഗോളുകൾക്കാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരായ പോർട്ടോയെ പരാജയപ്പെടുത്തിയത്. കളിയിൽ ഉടനീളം നോക്കുകയാണെങ്കിൽ ഇന്റർ മിയാമി ഫസ്റ്റ് ഹാഫിൽ 1 ഗോളിന് പുറകിൽ നിന്ന് സെക്കൻഡ് ഹാഫിൽ മെസ്സിയുടെ ഫ്രീ കിക്ക് അടക്കം 2 ഗോളിന് വിജയിച്ചിട്ടാണ് ഇപ്പോ ഇനിയുള്ള ഒരു മത്സരത്തിൽ പാർമരാസായിട്ടുള്ള മത്സരത്തിൽ സമനിലയോ ഒരു വിജയോ ഉണ്ടെങ്കിൽ ഇന്റർ മിയാമിക്ക് അടുത്ത റൗണ്ടിലോട്ട് കയറാം. എന്റെ മെസ്സിയെ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ഈ പ്രായത്തില്? എന്റെ പൊന്നൊന്നും പറയാനില്ല. ഫ്രീ കിക്ക് കാണണം. ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാല് പെനാൾട്ടിയെക്കാളും സുന്ദരമായിട്ട് എനിക്ക് തോന്നുന്നു മെസ്സിക്ക് ഫ്രീ കിക്കാണ് കൂടുതൽ അനുയോജ്യം എന്ന് വിചാരിക്കുന്നു. മെസ്സി ഫ്രീ കിക്ക് എടുക്കുന്നത് പെനാൾട്ടി എടുക്കുന്ന ഒരു ലാഘവത്തോടെയാണ് എടുക്കുന്നത്. എന്താണ് റെഹാൻ നിന്റെ ഇന്റർ മിയാമി ഇന്നലെ ജയിച്ചിട്ടുണ്ടല്ലോ, എന്താണ് പറയാനുള്ളത്? ഒരു വല്ലാത്ത റെമോണ്ടാഡയാണ്. ക്ലബ് വേൾഡ് കപ്പിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ടീമിന്റെ റെമോണ്ടാഡ ആദ്യമായിട്ട് കാണുന്നത്. ഈ ബോട്ടഫോഗോ PSG കളി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ഇത് കാണുന്നത്. ബോട്ടഫോഗോ 1-0 ജയിച്ച ആ കളിയിൽ ഇവിടെ ഇന്റർ മിയാമി പോർട്ടോക്കെതിരായിട്ട് 2 ഗോൾ അടിച്ച്, അത് ഒരു ഫ്രീ കിക്ക് ഒക്കെ കാണണം, അങ്ങോട്ട് ഗൂസ് ബംസ് കയറും. ഈ മെസ്സി യൂറോപ്യൻ ക്ലബിൽ ഏത് ചെറിയ ക്ലബിൽ കളിച്ചാലും മതി. ഇപ്പൊ എന്തിനാ ഇന്റർ മിയാമിക്ക് പോയത്? അത് ശരിക്കും വല്ലാത്തൊരു ചോദ്യമാണ്. എന്തിനാണ് മെസ്സിയെ നിങ്ങൾ ഇപ്പൊ തന്നെ യൂറോപ്പ് വിട്ടുപോയത്? സത്യം പറഞ്ഞാൽ 2-3 സീസൺ ഒന്നിലെ ഈ വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ് കഴിയുന്നവരെങ്കിലും നിങ്ങൾക്ക് യൂറോപ്പിൽ തുടരും. നിങ്ങളുടെ പല കാരണങ്ങൾ ഉണ്ടാവുമായിരിക്കും നിങ്ങൾ ഇന്റർ മിയാമി പോയത്. പക്ഷേ ഞങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്ക് നിങ്ങളുടെ കളി ആസ്വദിക്കാനാണ് ഉള്ളൊരു അവസരം നിങ്ങൾ വളരെ മുമ്പ് തന്നെ അത് അവസാനിപ്പിച്ചു എന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഇന്റർ മിയാമിയുടെ കളിയൊക്കെ രാവിലെ 5 മണിക്ക് 6 മണിക്കൊക്കെ ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാല് നമ്മളൊന്നും ഫോളോ ചെയ്യില്ല. ഇപ്പൊ ഈ ക്ലബ് വേൾഡ് കപ്പ് വന്നു ഇന്നലെ നല്ലൊരു സമയത്തായിരുന്നു. ഈ 11 മണിക്കായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. അത് കാരണം ഇതൊന്ന് കാണാൻ പറ്റി. അല്ലെങ്കിൽ ഈ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ കിടക്കുന്ന സമയം തന്നെ ലേറ്റ് ആണ്. അതിനുശേഷം രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ അടിച്ച് കാണുന്ന പറഞ്ഞാൽ അത് പറ്റാത്ത കാര്യം. പിന്നെയും നല്ല നല്ല മത്സരങ്ങൾ ക്ലബ് വേൾഡ് കപ്പ് അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും ഇന്ന് കാണും. എന്തായാലും ഇന്നലത്തെ കളിയിൽ ഒരു രക്ഷയില്ല. ഞാൻ കളി തുടങ്ങി ഒരു 5 മിനിറ്റില് മെസ്സിയുടെ ഒരു പാസ് ഇന്റർ മിയാമി സുവാരസിന് കൊടുത്തൊരു പാസ് ഉണ്ട്. ഫോട്ടോന്റെ 2 ഡിഫൻഡർമാരുടെ ഇടയിൽ കൂടെ ഒരു പാസ്. ആ ബോളെങ്ങാനും ഗോളാക്കാൻ സുവാരസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ അതിസുന്ദരമായ ഒരു അസിസ്റ്റ് ആയിരുന്നു ഇന്നലെ കാണാതിരുന്നത്. അതെ, സുവാരസിന് ഓടി എത്തിപ്പിടിക്കാൻ പറ്റുന്ന ആളുടെ ആ ബോഡി, വയസ്സൊക്കെ സെയിം ആണ്. വയസ്സിപ്പോ മെസ്സി സുവാരസ് വലിയ വ്യത്യാസമില്ല. പക്ഷേ സുവാരസിന്റെ ബോഡി ഹെവി ആയിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ഓടി എടുക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, അത് നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ കളി കണ്ടവർക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് മസ്കറാനോ സുവാരസിനൊക്കെ 80 മിനിറ്റുകളൊക്കെ കളിപ്പിച്ചത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആ സ്ഥലത്ത് വല്ല ചെറിയ പിള്ളേർ വല്ലവരായിരുന്നെങ്കിൽ ചുരുങ്ങിയത് 2 ഗോളെങ്കിലും ഇന്നലെ അടിച്ചിട്ടുണ്ടാവും. 2-3 അസിസ്റ്റുകൾ മെസ്സിയുടെ പേരിൽ വന്നിട്ടുണ്ടാവും. മെസ്സി ഇന്നലെ കാണിച്ചത് സെന്ററിലൊക്കെ വന്ന് ബോൾ എടുത്ത് ക്രിയേഷൻ ചെയ്യാണ്. എന്താണ് ഇന്നത്തെ കളിയെ കുറിച്ച് പറയാനുള്ളത് റെഹാൻ? ഇന്നലത്തെ കളി പറഞ്ഞതുപോലെ റെമോണ്ടാഡയായിരുന്നു. ക്ലബ് വേൾഡ് കപ്പിൽ ചെറിയ ടീമിനെയും കാട്ടി വലിയ ടീം കയറുന്ന റെമോണ്ടാഡയാണിത്. അപ്പോ യൂറോപ്യൻ ജയൻസ് ആയിരുന്നു പോർച്ചുഗൽ ജയൻസ് ആയിട്ടുള്ള പോർട്ടോനെ നിറയെ ട്രോഫികൾ നേടിയിട്ട് പോർട്ടോ. പക്ഷെ ഇന്റർ മിയാമി അവരുടെ ലീഗിൽ 1-2 ട്രോഫി അടിച്ചിട്ടുള്ളൂ. അപ്പോ ആ ലീഗിന്ന് അവര് നോമിനേറ്റ് പോലും ആയിട്ടില്ല. ഈ ഫിഫ കാരണം US ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി പറഞ്ഞിട്ടാണ് ഇവര് വന്നിരിക്കുന്നത്. ഇന്റർ മിയാമി ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രി വന്നിരിക്കുന്നത് ചാൻസ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ LA ഗാലക്സിയും പിന്നെ സിയാറ്റിൽ സൗണ്ടേഴ്സ് ആണ് വരേണ്ടത്. പക്ഷേ ഇവര് വന്നത് കാരണം മെസ്സി കളിക്കാൻ പറ്റുന്നത്. മെസ്സി എല്ലാവരും ഇത് തന്നെ ഒരു ക്ലബ്ബാണ്. ഒന്നും ആവില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കളിയില് എങ്ങനെയോ ഒരു ഗോളിന് സമനിലയായി 1-1 സമനിലയിൽ രക്ഷപ്പെട്ടെന്ന് ചോദിച്ചു. പക്ഷെ പോർട്ടോക്കെതിരെ അവർ നടത്തിയ ആ സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് ചുരുങ്ങിയത് ഒരു 15 അറ്റംപ്റ്റെങ്കിലും പോർട്ടോ നടത്തിയിട്ടുണ്ടാവില്ല. അതിൽ ഒരെണ്ണം പോലും ഗോളാക്കാൻ പറ്റില്ല. അതിലെനിക്ക് എടുത്തു പറയുന്നത് ഫാൽക്കന്റെ ഒരു ഹെഡ് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ഫാൽക്കൺ കൈ തട്ടി ഫാൽക്കന്റെ തലയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് ഹെഡ് ചെയ്തിട്ട് കളഞ്ഞൊരു സാധനം ഉണ്ട്. അതിന് ശേഷം കിട്ടിയ ഒരു ഇതെന്ന് പറഞ്ഞാല് ഒരു ക്രോസ് ബാർ തട്ടിയിട്ട് ഒരു റീബൗണ്ട് വന്ന് ഗോൾ കീപ്പറിന്റെ മേലെ തട്ടിയിട്ട് ഗോൾ കീപ്പർ അത് സേവ് ചെയ്ത് തട്ടി ബോൾ പോയിരുന്നു. ഗോൾ പോസ്റ്റിലേക്ക് തിരിച്ചു പോകുന്നത് ഗോൾ കീപ്പർ വിരൽ തുമ്പുകൊണ്ട് വലിച്ചെടുത്ത ഗോളാണ്. അതെ, അതേപോലെ ഡിഫൻഡർമാർ ഇന്നലെ ഒന്നും പറയാനില്ല. അവർക്ക് ആ 2-1 വിജയം വേണമായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട്
നന്നായിട്ട് പരിശ്രമിച്ച് ആ 2-1 വിജയം സ്വന്തമാക്കി. എനിക്ക് കളി കഴിയുമ്പോൾ ആ ഒരു ഇന്റർ മിയാമിന്റെ പ്ലേയേഴ്സിന്റെ ഒക്കെ സന്തോഷം ഉണ്ട്. പോർട്ടോനെ പോലെ ഒരു ടീമിനാണ് ഇവരൊരിക്കലും പ്രതീക്ഷിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആകെ ചാൻസ് ഉള്ളത് പോർട്ടോയാണ്, പോർട്ടോ ആയിട്ട് ജയിക്കാൻ ചാൻസ് കുറവാണ്. അതേപോലെ പാൽമരസ് ഉണ്ട്, അവരായിട്ടും ടാസ്ക്കാണ്. ഇനി നാളത്തെ മത്സരത്തിൽ ഇനി അടുത്ത മത്സരം നടക്കുന്നത് പാൽമരസ് ആയിട്ട് ഒരു സമനിലയോ ഒരു വിജയമോ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സമനിലയ്ക്ക് വേണ്ടി കളിച്ചാൽ മതി. പക്ഷെ സമനിലയ്ക്ക് വേണ്ടി കളിച്ചാൽ ചിലപ്പോൾ നോക്കും ഒരു വിജയത്തിന് വേണ്ടി കളിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത റൗണ്ടിൽ ഇന്റർ മിയാമി കയറും. അതിൽ പോർട്ടോന്റെ അടുത്ത കളി വിജയവും എങ്ങനെ ഉണ്ടാവും. പോർട്ടോ അടുത്ത കളി സമനില ആവുകയാണെങ്കിൽ പോർട്ടോ പുറത്താവും, ഇന്റർ മിയാമിയും പാൽമരസും കയറും. ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടായിട്ട് ഒരുപാട് റെക്കോർഡ് ഇത്ര റെക്കോർഡ് കിട്ടുന്നല്ലോ. അതൊക്കെ പറയുകയാണെങ്കിലേ മെസ്സി അതുകൊണ്ടാണല്ലോ ഗോട്ട് എന്ന് വിളിക്കുന്നത് ചങ്ങായിനെ, GOAT ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതേപോലെ തന്നെ ഇന്നലെ എനിക്ക് വേറെ കുറച്ച് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫസ്റ്റ് പെനാൽറ്റിയിലൂടെയാണ് പോർട്ടോയ്ക്ക് ഒരു പെനാൽറ്റിയാണ് കിട്ടിയത്. ഒരു പെനാൽറ്റി ബോക്സിലൂടെ സാമു അങ്ങനെ ഒരു ഗോൾ അടിച്ചു. സാമുവിന് കാലില് മറ്റേ ഒരു അലൻ പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻഡർ ആണ് കാലില് ജസ്റ്റ് ടച്ച് ചെയ്തു, അത് പെനാൽറ്റി ബോക്സിനോട് വെച്ചിട്ടായിരുന്നു. വാറിന് കൊടുത്ത് അത് പെനാൽറ്റി ആയി. തുടക്കം തന്നെ പെനാൽറ്റി കിട്ടിയപ്പോൾ വിചാരിച്ചു ഞാൻ പോർട്ടോ ഒരു 3-4 ലൈൻ ചുരുങ്ങിയെടുത്തു. പിന്നെ ഹാഫ് ടൈം വരെ അവർ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ഹാഫ് ടൈമിന് ശേഷം ഇന്റർ മിയാമി വന്ന് തുടങ്ങിയപ്പോ തന്നെ ഒരു ഗോൾ സൂപ്പർ ആയിട്ട് സ്കോർ ചെയ്തു. അതിനുശേഷം മെസ്സിനെ ഫൗൾ ചെയ്തതിന് ഫ്രീ കിക്ക് കിട്ടുന്നു, അതിസുന്ദരമായിട്ട് അത് ഗോളാക്കിയിട്ട് അങ്ങനെ ഇന്റർ മിയാമി വിജയിച്ചു. പക്ഷെ എല്ലാരും വിചാരിച്ച് മെസ്സി ആ ലിവർപൂൾക്കെതിരെ അടുത്ത ഗോൾ ഉണ്ടല്ലോ ചാമ്പ്യൻസ് ലീഗ്, അതുപോലത്തെ ടോപ്പ് ബെഞ്ചിൽ പോകുന്നു വിചാരിച്ചാണ്. പക്ഷെ അതാണ് ഗോൾ കീപ്പർ അങ്ങോട്ട് നിന്ന്, പക്ഷെ പോയതോ ലെഫ്റ്റ് സൈഡിൽ. അത് അതിപ്പോൾ മൈൻഡ് ഗെയിംസ് ആണ്. അതാണ് മെസ്സി. അപ്പൊ എന്തായാലും സുവാരസ് അതേപോലെ ബുസ്കറ്റ്സിനൊക്കെ എന്ന് പറഞ്ഞാല് ആളുടെ ഫോമിന്റെ 7-5, പക്ഷെ എന്നാലും അത്യാവശ്യം ആള് ബോൾ കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബുസ്കറ്റ്സിന് സപ്പോർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ FC ബാഴ്സലോണയിലായിരുന്നെങ്കിൽ ബുസ്കറ്റ്സിന് സാവി, ഇനിയസ്റ്റ, അതേപോലെ റാക്കിടെച്ച്, ഡിജോൺ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള ഒരു സപ്പോർട്ടൊന്നും കിട്ടത്തില്ല. ഇന്നലെ 4-4-2 ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞത് സ്ട്രൈക്കർമാന്റെ റോളായിട്ട് മെസ്സിയും സുവാരസ് ആയിരുന്നു. പക്ഷെ മെസ്സി മിഡ്ഫീൽഡിൽ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നല്ല മിഡ്ഫീൽഡർമാർ വേണം. അതേപോലെ 1-2 പ്ലേയേഴ്സ് ഇവരുടെ ഈ സ്ട്രൈക്കറായിട്ടും മിഡ്ഫീൽഡായിട്ടും വേണം. കാരണം മെസ്സി അതുപോലത്തെ ഒരു ചിപ്പും റോൾ ബോളും എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ സുവാരസിന് ഓടിയെത്തി കിട്ടില്ല ബോള്. അതെ, ഇന്നലെ ആൾക്ക് പറ്റുന്ന ഒരു സ്ട്രൈക്കർ ആയിരുന്നെങ്കിൽ ചുരുങ്ങിയത് 2-3 ഗോൾ അടിക്കാൻ മെസ്സിന്റെ പേരിൽ 2-3 അസിസ്റ്റുകൾ വന്നിട്ടുണ്ടാവും. അതാണ് എനിക്ക് തോന്നിയത് ഇന്നലത്തെ ഭയങ്കര അതായത് ജോഡി ആൽബ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയത്. ജോഡി ആൽബ അത്യാവശ്യം നല്ല രീതിക്ക് ഡിഫൻഡിൽ സഹായിച്ചിട്ടുണ്ട്. അതായത് സെക്കൻഡ് ഹാഫിൽ ഇവര് ഗോള് 2 അടിച്ച ശേഷം ഇനി വീഴരുതെന്നുള്ളതിനാണ് അതിൽ ഒരുപാട് 10-15 അറ്റംപ്റ്റുകൾ പോർട്ടോന്റെ ടീം നടത്തിയത്. പക്ഷെ ഒരു ഗോൾ പോലും ആക്കാൻ വിടാതെ ഡിഫൻസും ഗോൾ കീപ്പറും തടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ താരം മാൻ ഓഫ് ദി മാച്ച് കിട്ടിയത് മെസ്സിയാണ്. മെസ്സിയുടെ ഒരുപാട് റെക്കോർഡുകൾ ഇന്നലെ പറഞ്ഞത്. നമുക്ക് അതിലോട്ടൊന്ന് റെക്കോർഡിലേക്ക് കടക്കുകയാണെങ്കിൽ മെസ്സിന്റെ ഗോൾ കോൺട്രിബ്യൂഷൻസ് മൊത്തത്തിൽ നോക്കണമെങ്കിൽ 1250 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ 866 ഗോൾസും 384 അസിസ്റ്റും ആണ്. പിന്നെ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇന്റർ മിയാമിക്കെതിരെ 50 ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡ് വന്നിട്ടുണ്ട്. പിന്നെ യൂറോപ്യൻ ടീമിനെതിരായിട്ട് 101 ഗോൾ കോൺട്രിബ്യൂഷൻസ് 1001 ഗോൾ ആൻഡ് അസിസ്റ്റ് നേടിയ ഒരു താരം എന്ന റെക്കോർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് 3-ാം സ്ഥാനത്ത്, ഫ്രീ കിക്കിൽ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 68 ഫ്രീ കിക്കുമായിട്ട് 3-ാം സ്ഥാനത്തുണ്ട്. ഇതിന് മുൻപുള്ളത് 70 ഫ്രീ കിക്കുമായിട്ട് പെലെയാണ് 2-ാം സ്ഥാനത്തുള്ളത്. 1-ാം സ്ഥാനത്തുള്ള ബ്രസീലിൽ തന്നെ ജുനീനിയോ ഉണ്ട് 77 ഗോളുകൾ. ഇനി ഒരു 9 ഫ്രീ കിക്കും കൂടി അല്ലെങ്കിൽ 10 ഫ്രീ കിക്കും കൂടി എടുത്തു കഴിഞ്ഞാല് മെസ്സി ടോപ്പ് ഫ്രീ കിക്ക് ആവും. അതേപോലെ 2010 ശേഷം പെനാൾട്ടിയെക്കാളും ഫ്രീ കിക്ക് ഗോളുകൾ അടിച്ച താരമാണ് മെസ്സി. അങ്ങനെ ഒരു റെക്കോർഡ് കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നും പറയാനില്ല. ഒറ്റ കളിയും കൊണ്ട് റെക്കോർഡുകളുടെ മഴ വന്നിട്ടുണ്ട്. അതെ, ഇന്നലെ ആരും ഈ ഒരു കളി കാരണം ഇങ്ങനെ പോസ്റ്റായിട്ടുള്ള കളിയാണ് ചിലപ്പോൾ കളി ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ മിഡിൽ ഈസ്റ്റ് ഉള്ളവർക്കൊക്കെ കാണാനുള്ള എന്താ പറയുക, ഒരു 11 മണി നാട്ടാണെങ്കിൽ 12:30 മണിക്കാണ് കളി ഉണ്ടായത്. അപ്പൊ ഒരുപാട് പേര് കളി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ലൊരു കളി, നമ്മളൊന്നും തീരെ പ്രതീക്ഷിക്കാത്തൊരു കളിയാണ് ഇന്നലെ കണ്ടത്. എന്തായാലും അതിന് മെസ്സിക്ക് നന്ദി തന്നെ പറയാം. നമുക്ക് അങ്ങനെ ഒരു കളി കാണിച്ചു തന്നതിന്. തീർച്ചയായിട്ടും ഇനി ഈ ഒരു റൗണ്ട് കഴിഞ്ഞ് മെസ്സി കപ്പടിക്കുന്നൊന്നും പറയുന്നില്ല. പക്ഷെ 16ലേക്ക് എങ്കിലും കടക്കാം. അതില് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്തതിന് ആ ടീമിനും മെസ്സിക്കും ഒരുപാട് നന്ദി പറയാനുണ്ട്. ആകെ പറയാനുള്ള ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാല് മെസ്സിയെ നേരത്തെ യൂറോപ്പ് വിട്ട് പോയത് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇന്റർ മയാമിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ
ലൂയിസ് സുവാരസ് മാത്രമാണ്. അല്ല, അവർ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവരുടെ ടീമിൽ. എന്താ പറഞ്ഞാല് അത്രയും പൊട്ടൻഷ്യൽ. പിന്നെ ആകെയുള്ള അവർക്കൊരു ഇത് പറഞ്ഞാൽ അനുകൂലം എന്ന് പറഞ്ഞാല് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ്. അവർക്ക് കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടെ അനുകൂലമായിരിക്കും എന്നുള്ളതാണ്. എല്ലാ പ്ലേയേഴ്സും ഒരു കൊല്ലൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ്. ബെൻസ് സ്റ്റേഡിയത്തിലാണ്, മെർസിഡീസ് ബെൻസ് സ്റ്റേഡിയത്തിലാണ് കളി നടന്നത്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ഫുട്ബോൾ വിരുന്ന് തന്നെയാണ് സമ്മാനിച്ചത്. അതിന്റെ ഇടയിൽ ഇന്നലെ വേറെ സംഭവം ഉണ്ടായിരുന്നു. PSG-യെ പരാജയപ്പെടുത്തിയിട്ട് ബോട്ടാഫോഗോ ബ്രസീലിയൻ അമേരിക്കൻ ജയന്റ്സ് അങ്ങനെ പറയണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ലാറ്റിൻ അമേരിക്കൻ ഒരു ടീമുകൾ ഒരുപാട് ലിവർപൂൾ, ബോക്ക ജൂനിയേഴ്സ്, പാൽമേരാസ് അങ്ങനെ ഒരുപാട് ടീമുകൾ വന്നിട്ട് ഇവരൊന്നും തോൽവി അറിയാതെയാണ് ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പൊ 1-2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തോൽവി അറിയാതെയാണ്. പക്ഷെ നമ്മള് വിചാരിച്ച UEFA ആയിരിക്കും ഈ യൂറോപ്യൻ ടീമുകളായിരിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല, ഇത് 32 രാജ്യങ്ങൾ മത്സരിക്കുന്നത്. അപ്പൊ തന്നെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരിക്കും. അപ്പൊ ഇന്നലെ PSG-നെ മറികടന്നിട്ട് അവർ 1-0 വിജയിച്ചിട്ടുണ്ട്. കളി കാണാൻ പറ്റില്ല. എന്താ പറഞ്ഞാല് ടൈമിംഗ് തന്നെയാണ്. ടൈമിംഗ് പറഞ്ഞ എല്ലാ കളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റില്ല. അതായത് ഇന്നിപ്പോ രാവിലെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്, രാത്രി തന്നെ വീഡിയോ ചെയ്യുന്നതായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കുഞ്ഞന്മാര് ചിലപ്പോൾ കറുത്ത കുതിരാനൊക്കെ ഉണ്ടായി ഏതെങ്കിലും ഒരു ടീമൊക്കെ സെമി ഫൈനലിലൊക്കെ എത്താൻ ചാൻസ് ഇങ്ങനെ പോകുന്നെങ്കിൽ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കണ്ടിരുന്ന് കാണാം. അപ്പൊ നമുക്ക് ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാല് 6 ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലേക്ക് എടുത്ത ഇന്റർ മിയാമി. അതിൽ 5 ഓൺ ടാർഗറ്റിലേക്കാണ്. 6 ഷോട്ടുകൾ എടുത്തിട്ട് 5 ഓൺ ടാർഗറ്റിലേക്ക്, 14 ഷോട്ടുകൾ എടുത്തിട്ട് അതിൽ 3 ഓൺ ടാർഗറ്റിലേക്ക് ആക്കി പോർട്ടോ. അതേപോലെ ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 49, 51. എന്താ പറയുക, സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം ഫസ്റ്റ് ഹാഫിലും 2 രീതിയിലൊക്കെ ആയിട്ട് നോക്കുമ്പോൾ 2 സമനിലയായിട്ടുള്ള കളി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പാസിംഗ് അക്യുറസി നോക്കി കഴിഞ്ഞാൽ 86% ഇന്റർ മിയാമി നോക്കിയപ്പോൾ 89% പോർട്ടോ ഉണ്ടായിരുന്നു. അതുപോലെ പാസ് നോക്കി കഴിഞ്ഞാൽ 467 പാസുകൾ ഇന്റർ മിയാമി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 453 പാസുകളാണ് പോർട്ടോ കംപ്ലീറ്റ് ചെയ്തത്. യെല്ലോ കാർഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, റെഡ് കാർഡ്സ് ഉണ്ടായിരുന്നില്ല. ഓഫ് സൈഡ് 3 ഇന്റർ മിയാമി വന്നപ്പോൾ പോർട്ടോ ഒരെണ്ണമായിരുന്നു. കോർണേഴ്സ് വിൻ ചെയ്ത് 2 ഇന്റർ മിയാമി വിൻ ചെയ്തപ്പോൾ പോർട്ടോ വിൻ ചെയ്തത് 4. എന്താ പറഞ്ഞാൽ ഇത് ഫുള്ള് ഗ്രൗണ്ടിൽ തന്നെ ഇരുന്നുള്ള കളിയായിരുന്നു. അപ്പൊ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് താഴത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ഞങ്ങളുടെ വീഡിയോസിന്റെ ഡെയിലി നോട്ടിഫിക്കേഷൻ എത്തിച്ചേരും.